ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഭാഗവതം പഠിക്കുന്നു. ഇന്നലെ 6-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ക്ലാസ് മുഴുവനും ആ ശ്ലോകം തന്നെയായിരുന്നു ചർച്ച ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകം. നാമാന്യനന്തസ്യ ഹതതൃപ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാംപര്യട്ടം സ്തുഷ്ടമനഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമദോ വിമത്സരഃ. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഭക്തിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യം, വേണ്ട കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നാമാന്യനന്തസ്യ, നാമം ചൊല്ലുന്നു. അതേപോലെ തന്നെ ഗുഹ്യാനി ഭദ്രാണി കൃതാനി, പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി, അതേപോലെ സ്മരൺ, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. തുഷ്ടമന എന്ന് പറയുന്നത് നമ്മൾ എന്ന് ചർച്ച ചെയ്തിരുന്നു. പിന്നെ വേണ്ടാത്തത് എന്തൊക്കെയാണ്? ഗതസ്പൃഹ, ഭൗതികമായിട്ടുള്ള ആസക്തി, അതേപോലെ വിമതോ, അഹങ്കാരം, അഹംഭാവം, വിമത്സരഹ, അസൂയ, ഇതെല്ലാം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അവിടെയുണ്ട്. വേണ്ടതിൽ കാലം പ്രതീക്ഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടെ. കാലം പ്രതീക്ഷൻ, അതായത് ഇവിടെ നാരദമുനി പറയുന്നു, അതായത് കാത്തിരിക്കുകയായിരുന്നു അടുത്തൊരു അവസരത്തിന് വേണ്ടി. അപ്പോൾ ഇത് ഒരു സാധകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് നമുക്ക് ഭഗവാന്റെ കൃപ കിട്ടുന്നത് എന്ന് അറിയില്ല. അപ്പോൾ കാലം പ്രതീക്ഷൻ, അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം, അതായത് ക്ഷമയോടുകൂടി ഇരിക്കണം എന്നുള്ളത്. നമ്മൾ വിചാരിക്കും, ഇന്ന് ഞാൻ ചെയ്തു, നാളേക്ക് റിസൾട്ട് കിട്ടില്ല. അങ്ങനെയല്ല ഭക്തി, ഒന്നും അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. കാര്യം, ആളുകളുടെ ചിന്താഗതി ഈ സ്മാർട്ട് ഫോണും മറ്റുള്ള സംഭവങ്ങളും ടെക്നോളജിയും ഇപ്പോൾ പുതിയതായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ വന്നപ്പോൾ എല്ലാം ഈ വിരൽത്തുമ്പിൽ വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എല്ലാം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ആളുകൾക്കത് ശീലമായി മാറുന്നു. അതുകൊണ്ട് ക്ഷമ നശിക്കുന്നു. ഈ ഒരു സ്വഭാവം റിലേഷൻഷിപ്സിലും വരികയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ടെക്നോളജി കൂടുന്തോറും വലിയൊരു സംഭവമാണ് നടക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി ടെക്നോളജി കൂടുന്നുണ്ടാവും, നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കുന്നുണ്ടാവും. എന്നാൽ അതിൻ്റെ പുറകിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു. അതായത് ഇതുപോലുള്ള എല്ലാം പെട്ടെന്ന് നടന്നു ശീലിക്കുമ്പോൾ, എല്ലാത്തിനുള്ളൊരു സൊല്യൂഷൻ മുമ്പിൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ, നമ്മുടെ ക്ഷമ എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു സ്വഭാവം, ക്ഷമ എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഒരു ഭക്തരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചും. ക്ഷമിക്കാനുള്ള സ്വഭാവം, ആ ഒരു സംഭവം ഇല്ലാതെയാവുന്നു. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്കിലൊക്കെ ഷോർട്സ് എന്ന് പറയുന്ന വീഡിയോ, അതായത് ആളുകൾക്ക് 1 മണിക്കൂർ ഇരുന്ന് സത്സംഗം കേൾക്കാൻ സമയമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. 1 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ബോറാവും. അതായത് പിന്നെ 2 മണിക്കൂറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആളുകൾക്ക് 1 മിനിറ്റിനും കൂടുതൽ, 2 മിനിറ്റിനും കൂടുതൽ കാണാൻ പറ്റാത്ത, അതായത് അപ്പോഴേക്കും അടുത്തത് കാണാനുള്ള ഒരു ത്വരയാണ് ഉള്ളിൽ വരുന്നത്. അത്ര പോലും ക്ഷമയില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആളുകളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജിയും ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ നമ്മളെ അധോഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ചും ഭക്തരെ സംബന്ധിച്ച് നമ്മുടെ പല നല്ല സ്വഭാവങ്ങൾ വേണ്ട സ്വഭാവങ്ങളൊക്കെ ആക്ച്വലി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ. ഇപ്പോൾ ഷോർട്സൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ 1 മണിക്കൂറോ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിരിക്കാനുള്ള ക്ഷമ പൂർണ്ണമായിട്ടും ആളുകൾക്ക് നഷ്ടപ്പെടും. കാര്യം, അത് ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ മൈൻഡ് അതേപോലെ സെറ്റാവും. 2 മിനിറ്റ് 3 മിനിറ്റിനും കൂടുതൽ പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. പണ്ടത്തെ കാലങ്ങളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസും ഉണ്ടായിരുന്നില്ല. അന്ന് എങ്ങനെയായിരുന്നു ആളുകൾ ജീവിക്കുന്നുണ്ടായിരുന്നു? വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. ആളുകളുടെ ഓർമ്മശക്തി കൂടുതലായിരുന്നു, ആളുകളുടെ ശ്രദ്ധ കൂടുതലായിരുന്നു, ക്ഷമ, ഇതെല്ലാം ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ശീലിക്കുന്നു അവർ.
അങ്ങനെ ശീലിക്കുമ്പോഴാണ് അവർക്ക് അന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ശീലങ്ങൾ മാറുന്നു, എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടിത്തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടായി. ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്വഭാവം മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികളിലും ഇത് വല്ലാതെ ബാധിക്കുന്നൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കുട്ടികൾക്ക് എല്ലാം വിരൽത്തുമ്പിൽ വരുന്ന ഒരു സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അച്ഛനും അമ്മയും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലെ നടക്കാതെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾ. ഒരുപാട് ദോഷങ്ങളുണ്ട് ഇതിലൊക്കെ. ആളുകൾ അറിയുന്നില്ല. കുട്ടി കരയാതിരിക്കാൻ വേണ്ടി വീഡിയോ ഓൺ ചെയ്ത് കൊടുക്കുന്നു, ഗെയിം കളിപ്പിക്കാൻ കൊടുക്കുന്നു. പക്ഷെ എന്തൊക്കെ സംഭവിക്കുന്നു അതിൻ്റെ പുറകിലെന്നുള്ളത്, ആ ക്യാരക്ടർ ബിൽഡാവുന്നില്ല, നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ആവുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ് ഫ്യൂച്ചർ ഇങ്ങനെ സംഭവിക്കുമ്പോൾ. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ച് ബുദ്ധിയുള്ള മാതാപിതാക്കൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. എന്നാൽ എവിടെയൊക്കെയാണോ നമ്മൾ ബൗണ്ടറി വരയ്ക്കേണ്ടത് അവിടെ ബൗണ്ടറി വരച്ചേ പറ്റൂ, അല്ലാതെ കാര്യം നടക്കില്ല. ഇല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു ഫ്യൂച്ചറായിരിക്കും നമ്മൾ തന്നെ വാർത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കാലം ഓടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഓടണം എന്നുള്ള ആ ഒരു പ്രസ്താവന നോക്കിയും കണ്ടുമായിരിക്കണം. ബോധമില്ലാതെ കാലം ഓടുന്നതനുസരിച്ച് ഓടലല്ല. ചില കാര്യങ്ങളൊക്കെ ട്രഡീഷണലും കൺവെൻഷണലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് കാലം ഓടുന്നതനുസരിച്ച് ശാസ്ത്രങ്ങൾ ആർക്കും വേണ്ട, ഭക്തിയുത സേവനങ്ങൾ അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് താല്പര്യമില്ല. അതാണ് സംഭവിക്കുന്നത്. ഓടുന്നതനുസരിച്ച് ഓടി ഇതിലൊന്നും പ്രാധാന്യമില്ലാതെയായി. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതേപോലെ ആളുകളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ഇതിൽ മോശമാവുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കാലം പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ഇരിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. രൂപഗോസ്വാമി ഇത് തന്നെ ഉപദേശാമൃതത്തിലും പറയുന്നുണ്ട്. ഉത്സാഹ, നിശ്ചയ, ധൈര്യ. ഭക്തിയിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഉത്സാഹം വേണം. ഉത്സാഹം, അതായത് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യാനുള്ളൊരു ആഗ്രഹം വേണം, ഉത്സാഹത്തോടു കൂടി ചെയ്യണം. നിശ്ചയദാർഢ്യം, അതായത് വളരെ ഡിറ്റർമിനേഷനോട് കൂടി നമുക്കൊരു ഗോൾ വെച്ച്, അതായത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി തീവ്രമായിട്ടുള്ള ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള പരിശ്രമം. 2, 3 ധൈര്യം എന്ന് പറയുമ്പോൾ ക്ഷമ. അതായത് ഈ റിസൾട്ട് നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. റിസൾട്ട് എന്ന് വേണമെങ്കിൽ വരാം. ചിലപ്പോൾ ഈ ജന്മത്തിൽ വരാം, അടുത്ത ജന്മത്തിൽ വരാം, 100 ജന്മം കഴിഞ്ഞിട്ടാവാം, അറിയില്ല. എന്നാലും ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ക്ഷമ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഓർക്കേണ്ട അവസ്ഥകളാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ടായിരിക്കണം ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ഈ ലോകം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവർ, ശാസ്ത്രങ്ങൾ പഠിക്കുന്നവർ ഇതിൽ പറയുന്നത് പോലെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പല ടെക്നോളജി അതിൻ്റെ വഴിക്ക് നടക്കും, കാലം അതിൻ്റെ വഴിക്ക് ഓടും. നമ്മൾ വേണ്ട കാര്യങ്ങൾക്ക് ഓടും, എന്നാൽ വേണ്ടാത്തതിൽ ഓടാതിരിക്കണം. അതെല്ലാം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. കാര്യം ശാസ്ത്രങ്ങളാണ് ശരിയും തെറ്റും, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിയും തെറ്റിനെയും തിരിച്ചറിയാനുള്ള ഒരു വിവേകബുദ്ധി നമുക്ക് തരുന്നത് ശാസ്ത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അല്ലാതെ പുതുതായിട്ട് വരുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. എന്താണോ ശാസ്ത്രങ്ങൾ പറയുന്നത്, എന്താണ് ഗുരു സാധു ശാസ്ത്രം പറയുന്നത്, എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീതയിലും മറ്റുള്ള ശാസ്ത്രങ്ങളിലും, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ഇപ്പോഴും ഇവിടെ ജീവിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. ഇനി നമ്മൾ അടുത്ത ജന്മങ്ങളിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഇനി ഫ്യൂച്ചറിലും നമുക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അധോഗതി ഉറപ്പാണ്. ശ്ലോകം നമുക്ക് 27 നോക്കാം. ഈ ഒരു സെക്ഷൻ നമ്മൾ കണ്ടു. 26 മുതൽ നാരദമുനി എങ്ങനെയാണ് ആ പരിപൂർണതയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നാരദമുനി എങ്ങനെയാവുന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ 26ാമത്തെ മനോഹരമായിട്ടുള്ള ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി 27 നോക്കാം എന്ത് ഇനി സംഭവിക്കുന്നു എന്നുള്ളത്.
അപ്പോൾ നാരദമുനി പറഞ്ഞു, ഭഗവാൻ പറയുന്നതനുസരിച്ച് അദ്ദേഹം ആ ശബ്ദത്തിലൂടെ ഭഗവാൻ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അതെല്ലാം അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഫോളോ ചെയ്തു. അപ്പോൾ അതിൽ അദ്ദേഹം ചെയ്ത കാര്യം എന്താണ്? നാമം ചൊല്ലിക്കൊണ്ടിരുന്നു, ഭഗവാനെ സ്മരിക്കുന്നു. അതേപോലെ തന്നെ ഭഗവാൻ കൊടുത്തിട്ടുള്ള അനുഗ്രഹത്തിൽ അദ്ദേഹം തൃപ്തനാണ്, കൂടുതൽ തുഷ്ടമന. പിന്നെ വേറൊന്നും അത്യാഗ്രഹങ്ങളൊന്നുമില്ല. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു പ്രതീക്ഷയോടുകൂടി. അതേപോലെ ഒരു തരത്തിലുള്ള അസൂയയില്ലാതെ അഹംഭാവം ഇല്ലാതെ മുന്നോട്ട് അദ്ദേഹം ഭക്തി സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇനി അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. 27. ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ നാസക്താസ്യാമലാത്മനഃ കാല പ്രാദുരഭൂത് കാലേ തടിത് സൗദാമനീയത. കുമാരി ശൈലജ മാതാജി. കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. ഏവം കൃഷ്ണമതേർ ബ്രഹ്മ നാസക്തസ്യാമലാത്മനഃ കാല പ്രാദുരഭൂത് കാലേ തടിത് സൗദാമനീയതഃ. വിവർത്തനം. ശൈല പ്രഭാതിൽ കി ജയ്. അല്ലയോ ബ്രാഹ്മണ വ്യാസദേവ, അപ്രകാരം കൃഷ്ണചിന്തയിൽ പരിപൂർണ നിമഗ്നനായിരുന്നതിനാൽ സർവ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണ സ്വതന്ത്രനായി തീർന്നവനാകയാൽ ഞാൻ യാതൊരു ആസക്തിയുമില്ലാത്തവനായി തീർന്നു. കാലക്രമേണ മിന്നലും വെളിച്ചവും ഒരേ സമയം ഉണ്ടാകുന്നത് പോലെ ഞാൻ മൃത്യുവിനെ വരിച്ചു. ഹരീഷ്ണ പ്രഭുജി. താങ്ക് യു. എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നാരദമുനിക്ക്. നാരദമുനി പറയുന്നു, അങ്ങനെ ഞാൻ ഭഗവാൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. ഇവിടെ പറയുന്നു, പൂർണ്ണമായിട്ടും ഭഗവാനിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ഭഗവാനെ ഓർത്തുകൊണ്ട് കൃഷ്ണമതി. ഏവം കൃഷ്ണമതിർ ബ്രഹ്മൻ. കൃഷ്ണമതി, അതായത് പൂർണ്ണമായിട്ടും ഭഗവാനിൽ അദ്ദേഹം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അത് മാത്രം. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമപി ശ്രീകൃഷ്ണപാദാംബുജാൻ. ഒരു ക്ഷണം പോലും മാറാതെ പൂർണ്ണമായിട്ടും കൃഷ്ണമതിയിൽ ഭഗവാനെ ഓർത്തുകൊണ്ട് അബ്സോർബ്ഡായിട്ട് ഇരിക്കുവാണ് നാരദമുനി. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അങ്ങനെ ഭൗതികമായിട്ടുള്ള എല്ലാം തന്നെ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്, ഇൻക്ലൂഡിങ് അദ്ദേഹത്തിൻ്റെ ശരീരവും. അങ്ങനെ അദ്ദേഹം ഈ ശരീരം അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ആ ശരീരം നശിക്കുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എന്താണ്? തുഷ്ടമതി എന്ന് കൃഷ്ണമതിർ എന്നും പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ പ്രഭുപാദ് പറയുന്നു. അതായത് ഭഗവാനെക്കുറിച്ച് അബ്സോർബായിട്ടിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാന്റെ ചിന്തകൾ മാത്രമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ മാലിന്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടമാവുന്നു. അതാണ് പറയുന്നത്. എല്ലാം പൂർണ്ണമായിട്ട് നശിക്കുന്നു. പ്രഭുപാദ് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു. ഈ എന്താ പറയുക, ധനികനായിട്ടുള്ളൊരു വ്യക്തിക്ക് ചെറിയ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കെല്ലാം ഉണ്ട്. അതേപോലെയാണ് ഭക്തരുടെ അവസ്ഥ. ഭഗവാൻ കൃഷ്ണൻ്റെ ഭക്തർ, അവർക്ക് ഒന്നിനോടും വേറെ താല്പര്യമില്ല. ഭഗവാനെ സേവിക്കണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ അവരെ സംബന്ധിച്ച് തുച്ഛമാണ്. അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള മെയിൻ്റെനൻസിനുള്ള കാര്യങ്ങൾ വേണ്ടത് എന്താണോ അത് ഭഗവാൻ നടത്തി തരുന്നുണ്ട്. അവരതിൽ ഹാപ്പിയാണ്, സന്തോഷമാണ്, സംതൃപ്തരാണ്. കൂടുതൽ ഒരു തരത്തിലുള്ള വ്യാകുലതയോ ആദിയോ വ്യാധിയോ ഒന്നുമില്ല. അവർ സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ അതാണ് ഭക്തിയുത സേവനങ്ങളിലൂടെ ഭക്തരാവുമ്പോൾ സംഭവിക്കുന്നത്. മറ്റുള്ളതെല്ലാം വാസുദേവ ഭഗവതി ഭക്തിയോഗ പ്രയോജിത. അവിടെ പറയുന്ന പോലെ വൈരാഗ്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. നമ്മൾ ഭഗവാന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഭൗതികമായിട്ടുള്ളതെല്ലാം പുറകിലോട്ട് പോകുന്നു. രണ്ടും ഓപ്പോസിറ്റ് ദിശയിലുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാണ് സംഭവിക്കുന്നത്. താല്പര്യം ഉണ്ടാവില്ല. നമ്മളിന്നലെ പറഞ്ഞിരുന്നു, കാമാനിവൃത്ത ചേതസാം ഇഹ വിഭോ നാശാഭിനാശോപതേ
ഒരു തരത്തിലുള്ള കാമം, ഭൗതിക തരത്തിലുള്ള കാമം, കാമാസക്തി, അതായത് എല്ലാ തരത്തിലുള്ള കാമം എന്ന് പറയുമ്പോൾ എന്ത് ഭൗതികമായിട്ടുള്ള സംഭവങ്ങളോടുള്ള, സാധനങ്ങളോടോ വ്യക്തികളോടോ അവസ്ഥകളോടോ സിറ്റുവേഷനുകളോടുള്ള ആസക്തി അത് ഇല്ലാതെയാവുന്നു. അതിനോട് ഒരു ശോഭയും ഇല്ലാതെയാവും. അതായത് അത് അട്രാക്റ്റീവേ അല്ലാതെയാവും അവർക്ക് ഒരു തരത്തിലും ആകർഷിപ്പിക്കാൻ അവരുടെ മുമ്പിൽ ആകർഷണമായിട്ട് അവർക്ക് തോന്നില്ല. കാര്യം അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ പാദങ്ങൾ മുറുക്കെ പിടിച്ച് ഭഗവത് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മലോകം, ധ്രുവലോകം വരെ കൊടുക്കാമെന്ന് ഭഗവാൻ പറഞ്ഞാലും അവർ പറയും വേണ്ട. ധ്രുവ മഹാരാജിനോട് പറഞ്ഞ പോലെ ധ്രുവ മഹാരാജിനോട് പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം. ധ്രുവ മഹാരാജ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഞാൻ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ വന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാച്ചൻ വിചിൻവൻ അഭിദിവ്യരത്നം സ്വാമിൻ കൃതാർത്ഥോസ്മി വരം ന യാചേത് സ്ഥാനാഭിലാഷി തപസി സിതോഹം ത്വം പ്രാപ്തവാൻ ദേവ മുനീന്ദ്രഗുഹ്യം. അദ്ദേഹം പറയുന്നു, ഞാൻ സ്ഥാനാഭിലാഷി, സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ബ്രഹ്മാവിനേക്കാൾ വലിയ പദം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അങ്ങയെ കണ്ടപ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹവും മാറി. എനിക്കൊന്നുമില്ല, ഞാൻ വെറും കുപ്പിച്ചില്ലുകൾ മാത്രമാണ് ആഗ്രഹിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. അതിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. എന്നോട് ക്ഷമിക്കണം. അങ്ങയെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി എനിക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട, വേറൊന്നും വേണ്ട. അതാണ് ഭക്തരുടെ ഒരേ ഒരു പ്രാർത്ഥന. അവർക്കൊന്നും എത്ര വലിയ സ്ഥാനം കൊടുത്താലും അവർക്ക് താല്പര്യമില്ല. ന നാഗപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സർവഭൗമ ന രസാധിപത്യം ന യോഗസിദ്ധി, ഒന്നും വേണ്ട. ആ ഒരു ശ്ലോകം വൃത്രാസുരൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, നാഗപത്നിമാർ ദശമസ്കന്ധത്തിലും പറയുന്നുണ്ട്. അതേ ശ്ലോകം തന്നെ, ഒരു വരി മാത്രമേ വ്യത്യാസമുള്ളൂ. അർത്ഥം സെയിം തന്നെ. അവിടെയും നാഗപത്നിമാർ, കാളിയൻ്റെ പത്നിമാർ കാളിയലീല കഴിഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് ചൊല്ലുന്നൊരു ശ്ലോകമാണ്. 2 പ്രാവശ്യം ഭാവത്തിൽ വരുന്നുണ്ട്. അതായത് പരിശുദ്ധ ഭക്തരുടെ ഒരു പ്രാർത്ഥനയാണ്. ഒന്നും താല്പര്യമില്ല. ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ പദം തന്നാലും താല്പര്യമില്ല. ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാനം ബ്രഹ്മാവിനാണുള്ളത്. ഏറ്റവും വലിയ ലോകം എന്ന് പറയുമ്പോൾ ധ്രുവലോകമായിരിക്കും, ബ്രഹ്മലോകവും. അത് തരാൻ പൂർണ്ണമായിട്ടും നിനക്കെന്ന് പറഞ്ഞാൽ പോലും താല്പര്യമില്ല, വേണ്ട. ഇനി അതിനപ്പുറത്ത് പിന്നെ താഴോട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. താല്പര്യമില്ല. അവർക്ക് ഒരേ ഒരു ആഗ്രഹം, സേവിക്കുക, ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. മഹാപ്രഭുവിൻ്റെ ഭാവം അത് തന്നെ. ന ധനം ന ജനം ന സുന്ദരിം കവിതാംബ ജഗദീശ കാമയേ. ധനം ആഗ്രഹിക്കുന്നില്ല, ജനങ്ങളെ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഫോളോവേഴ്സ്, ഫാൻസ് ആഗ്രഹമില്ല. ന സുന്ദരിം, വേറെ, അതായത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർ, അതൊന്നുമല്ല എൻ്റെ താല്പര്യം. കവിത, അതായത് ഞാൻ വലിയ പണ്ഡിതനാണെന്നോ കവിയാണെന്നോ ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മമ ജന്മനീശ്വരെ, ഞാൻ ഇനിയും ജന്മങ്ങൾ എടുക്കാൻ തയ്യാറാണ്. മുക്തിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഭവതാ ഭക്തിർ അഹൈതുകിത്വൈ, അഹൈതുകമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഇതാണ് പ്രാർത്ഥന. അതാണ് കൃഷ്ണമതി, ഭഗവാനിൽ പൂർണ്ണമായിട്ടും അബ്സോർബായിട്ടിരിക്കുന്നവരുടെ ഭക്തരുടെ അവസ്ഥ. പ്രഭുപാദ് പിന്നീട് പറയുന്നു ഭാവാർത്ഥത്തിൽ, ഇവിടെ നാരദമുനി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൗതിക ശരീരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മീയ ശരീരം അവർക്ക് കിട്ടുന്നു, അദ്ദേഹത്തിന് കിട്ടുന്നു. അതാണ് ഇപ്പോൾ പ്രഭുപാദ് അതാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഇവിടെ നിന്ന്, അതായത് ശരീരം ഇവിടെ നിന്ന് പോകുന്നേക്കാൾ മുമ്പ് തന്നെ ഭഗവാൻ അത് തരാൻ വേണ്ടിയിട്ട്, അതായത് ഭൗതിക ആത്മീയ ശരീരം കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുവാണ്. ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലും ഈവൻ ധ്രുവ മഹാരാജിൻ്റെ ചരിത്രത്തിലും കാണാം. ധ്രുവ മഹാരാജ് തിരിച്ചു പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അവിടെ മരണം എന്ന് പറയുന്ന ഡെത്ത് പെർസോണിഫൈഡ്, മരണം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരും. അദ്ദേഹത്തിൻ്റെ തലയിൽ ചവിട്ടിയിട്ടാണ് ധ്രുവ മഹാരാജാവ് വൈകുണ്ഠ വിമാനത്തിൽ കയറുന്നത്. അതായത് അദ്ദേഹം ഭൗതിക ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ട് അവിടെ, ഭാഗവതം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അതായത് എല്ലാം ഭൗതിക ശരീരം ഉപേക്ഷിച്ച്
ഭഗവാന്റെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം, സാരൂപ്യമുക്തി, ആ ഭഗവാന്റെ പോലെ ഒരു രൂപവും അദ്ദേഹത്തിന് കിട്ടുന്നു. അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് അദ്ദേഹം പോകുന്നു. ആ പോകുന്ന പോക്കിൽ അദ്ദേഹം മരണത്തെ ചവിട്ടിയിട്ടാണ് പോകുന്നത്, കയറുന്നത് വൈകുണ്ഠ വിമാനത്തിലേക്ക്. അതായത് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ആത്മീയ ശരീരത്തോടു കൂടി അദ്ദേഹം പോകുന്നു. അതാണ് പറയുന്നത്. നാരദമുനിക്കും സംഭവിക്കുന്നു അത് തന്നെ. ശ്ലോകം 28. പ്രയുജ്യമാനേ മയീതാം ശുദ്ധം ഭാഗവതീം തനും ആരബ്ധാ കർമ്മ നിർവാണോ ന്യാപതത് പാഞ്ചഭൗതികൈ. വിദ്യ മാതാജി, വിദ്യ ഗിരീഷ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം നമ്പർ 28. പ്രായുജ്യമാനേ മൈതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധ കർമ്മ നിർവാണോ ന്യപതത് പാഞ്ചഭൗതികഃ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. പരമദിവ്യോത്തമ പുരുഷന്റെ സന്തത സഹചാരിക്ക് അനുയോജ്യമായൊരു അതീന്ദ്രിയ ശരീരത്താൽ സമ്മാനിതനാകയാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ആർജിതമായ സർവഫലോദിഷ്ട കർമ്മഫലങ്ങളും അവസാനിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഇവിടെ പറയുന്നു, അദ്ദേഹം ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ നശിക്കുന്നു. അങ്ങനെ ആത്മീയ ശരീരം അദ്ദേഹത്തിന് കിട്ടുന്നു. പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം ഉപേക്ഷിച്ച് ആത്മീയ ശരീരം അദ്ദേഹത്തിന് കിട്ടുന്നു. ആത്മീയ ശരീരം എങ്ങനെയാണ്? ശാശ്വതമായിട്ടുള്ള ശരീരം. അങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രഭുപാദ് പറയുന്നു, മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു ഭക്തൻ്റെ ശരീരം തക്ഷണം അതീന്ദ്രിയാവസ്ഥയിലേക്ക് പോകുന്നു. അതീന്ദ്രിയമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുന്നു. എങ്ങനെയാണെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ തക്ഷണം അവരിൽ അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഗുണങ്ങൾ, ക്വാളിറ്റീസൊക്കെ ആ ഭക്തരിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ലോകത്ത് ഇരിക്കുന്ന സമയത്തും നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മുക്താവസ്ഥയിലാണ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇഹം യസ്യ ഹരേർ ദാസേ കർമ്മണ മനസാഗിര എന്ന് പറയുന്ന ശ്ലോകം കണ്ടു. ഭക്തിരസാമർ സിന്ധുവിൽ പ്രഭുപാദ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്തും നമ്മൾ പരിശുദ്ധ ഭക്തരെ പോലെ അല്ലെങ്കിൽ ശുദ്ധഭക്തി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭക്തി സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മുക്താവസ്ഥയിലാണ് എന്നുള്ളത്. ഇവിടെയും പ്രഭുപാദ് പറയുന്നു, എപ്പോഴാണോ പരിപൂർണമായിട്ട് ഒരു വ്യക്തി ഭക്തി സേവനങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അവർക്ക് എല്ലാവിധ നല്ല ആത്മീയ തലത്തിലുള്ള അതീന്ദ്രിയ തലത്തിലുള്ള ക്വാളിറ്റീസ് എല്ലാം അവർക്ക് കിട്ടുന്നു. എങ്ങനെയാണ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നു. അതായത് നമ്മുടെ ചിന്താമണിയെപ്പോലെ. ചിന്താമണി എങ്ങനെയാണ്? ചിന്താമണി എന്ന് പറഞ്ഞാൽ ആ മണി ഉണ്ടെങ്കിൽ എന്തും ആഗ്രഹിച്ചാൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ അത് തൊട്ട് കഴിഞ്ഞാൽ അതും ചിന്താമണിയാവുന്നു എന്ന് പറയുന്ന പോലെ, ചിന്താമണി ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും സ്പർശിച്ചാൽ അവിടെയും അതും ചിന്താമണിയാവുന്നു. അതേപോലെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല ക്വാളിറ്റീസ് എല്ലാം നമ്മളിൽ വരുന്നു. ഇതാണ് പ്രഭുപാദ് അവിടെ പറയുന്നത്. പ്രഭുപാദ് ഉദാഹരണം പറയുന്നു ഇവിടെ ധ്രുവ മഹാരാജിനെക്കുറിച്ചും പ്രഹ്ലാദ മഹാരാജിനെക്കുറിച്ചും. അവർക്കും ഈ ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭഗവാനെ കാണുവാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. നാരദമുനിക്കുണ്ടായി. നാരദമുനി ഒരു വർഷം ദർശനം കിട്ടി അല്ലേ അദ്ദേഹത്തിന് ആ ശരീരത്തിൽ, ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ. അതുപോലെ ധ്രുവ മഹാരാജനും സംഭവിച്ചിട്ടുണ്ട്, പ്രഹ്ലാദ മഹാരാജും കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് അത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴേ സാധിച്ചു. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവരെവിടെ പോകുമെന്നുള്ളത് പറയുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രഭുപാദ് അവസാനം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, അതായത് ബ്രഹ്മസംഹിതയിൽ പറയുന്നു, ആ ശ്ലോകം ഇവിടെ ഇന്ദ്രഗോപം എന്ന് പറയുന്ന യസ്തു ഇന്ദ്രഗോപം അഥവേന്ദ്രം അഹസ്വകർമ്മ അല്ലേ, നമ്മൾ അറിയാവുന്ന ശ്ലോകമായിരിക്കും.
അഭിഷേകം ചെയ്യുന്നവർക്ക് ബന്ധാനുരൂപഫലഭാജനം മാതനോതി കർമാണി നിർദന്തി കിന്തു ച ഭക്തിഭാജം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, കർമാണി നിർദഹതി കിന്തു ച ഭക്തിഭാജം. അതിമനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഭക്തിയുത സേവനങ്ങൾ, അതായത് ഈ ഒരു ലോകത്ത് ബ്രഹ്മാവ് മുതൽ ഇന്ദ്രഗോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു ഈച്ച പോലുള്ള അല്ലെങ്കിൽ ഒരു പ്രാണിയാണ്. ആ പ്രാണി മുതൽ ഇന്ദ്രനാവട്ടെ, ആരെ വേണമെങ്കിൽ എടുത്തോളൂ. ഇന്ദ്രൻ മുതൽ ഇന്ദ്രഗോപ എന്ന് പറയുന്ന പ്രാണി പോലും കർമ്മത്തിൻ്റെ ചക്രത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. എന്താണ്? എല്ലാ കർമ്മങ്ങളും നശിപ്പിച്ച് അല്ലെങ്കിൽ കത്തിച്ച് കളയാനുള്ള ശക്തിയാണ് ഇതിനുള്ളത്. കർമാണി നിർദഹതി കംപ്ലീറ്റ്ലി നശിപ്പിക്കുന്നു കർമ്മങ്ങളെ. കിന്തു ച ഭക്തിഭാജം. എങ്ങനെയാണ് നശിക്കുന്നത്? ഭക്തിയിലൂടെ മാത്രം. ഭക്തി പരിശുദ്ധ അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങളിലൂടെ കർമ്മങ്ങളെല്ലാം കളയുന്നു. അത്രമാത്രം ശക്തിയാണ്. ഇല്ലെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓർത്തോളൂ, കർമ്മങ്ങളുടെ ലഗേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് ജന്മജന്മാന്തരങ്ങളായിട്ട് എത്രയോ കോടി വർഷങ്ങളായിട്ട് നമ്മളിപ്പോഴും ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത്രമാത്രം കർമ്മത്തിൻ്റെ ലഗേജ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതെല്ലാം നശിപ്പിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇതിനെയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമില്ല. അത് ശരിക്കും പറയുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ സാധിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ ഭഗവാന്റെ മഹാകൃപയൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുന്നു, ഭക്തിയുത സേവനങ്ങൾ നിങ്ങൾ ചെയ്യൂ, ആത്മാർത്ഥതയോടുകൂടി നാമം ചൊല്ലൂ, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യൂ. ഈ കർമ്മമൊക്കെ നിങ്ങൾ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല, ഞാൻ അത് നോക്കിക്കോളാം. ഭഗവാൻ നോക്കിക്കോളും അതിനെക്കുറിച്ച്. അദ്ദേഹം അതിനെ പൂജ്യമാക്കും. അതിനുള്ള ശക്തി ഭഗവാനുണ്ട്, നമുക്കില്ല. നമുക്കതിനുള്ള ശക്തിയില്ല. ഭഗവാൻ അതിനുള്ള ശക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞു തരുന്ന മാർഗത്തിനും അതിനുള്ള ശക്തിയുണ്ട്. വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി. അപ്പോൾ ഇല്ലെങ്കിലൊന്നും നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഈ ജന്മം പോട്ടെ, എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. എന്നാൽ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഈ ജന്മം കൊണ്ടും സാധിക്കും. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാത്രം വേണമെന്ന് വിചാരിച്ചാൽ പോരാ, ഭഗവാനും കൂടെ വിചാരിക്കണം. നമ്മൾ ആദ്യം വിചാരിക്കണം. ഓഫ് കോഴ്സ് പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്ന്, കൃപ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. പ്രയത്നത്തിൻ്റെ ആത്മാർത്ഥത കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃപയും അതനുസരിച്ചിട്ടുണ്ടാവും. യേ യഥാമാം പ്രപത്യന്തേ താം സദൈവ ഭജാമ്യഹം. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ അടുത്തോട്ട് വരുന്നത്, അതനുസരിച്ചിട്ട് ഞാൻ റെസിപ്രോക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു ഉറപ്പ് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ പ്രയത്നം അനുസരിച്ച് റിസൾട്ടും ഉണ്ടാവും. എന്നാൽ ആ റിസൾട്ട് നമ്മുടെ കയ്യിലല്ല. അത് കിട്ടാതെ ഉള്ളൊരു ഫീലിംഗ് നമുക്ക് വരുവാണെങ്കിൽ അത് നമ്മൾ ഭക്തിയിൽ മെച്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. കാര്യം എന്താണോ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ, അതാണ് നടക്കേണ്ടത്. ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ലഭിക്കും. ഞാൻ ഇത്രയും പ്രയത്നിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് 20 മാല 15 മാല 25 മാല ചൊല്ലുന്നതാണ്, അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ ഭൗതികമായി TV കാണുന്നില്ല, സിനിമ കാണുന്നില്ല, കുറേ വർഷങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നു. നമ്മൾ പറഞ്ഞു വിഷമത്തോടുകൂടി പറയുവാണ്, എന്നിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അത് ഭഗവാനിലുള്ള വിശ്വാസക്കുറവാണ്. ഭഗവാന്റെ കൃപ നമ്മൾ 2-3-4 ശ്ലോകങ്ങൾ മുമ്പ് കണ്ടിരുന്നു. ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഭഗവാൻ ദർശനം തരണമെന്നുള്ളത് ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ്, ഇച്ഛപ്രകാരമാണ്. നമ്മൾ വിചാരിച്ചുകൊണ്ട് കണക്കില്ല. നമുക്കതിനു വേണ്ടി പ്രയത്നിക്കാമെന്നുള്ളത് മാത്രം. ഇപ്പോൾ ഉദാഹരണത്തിന്, അതായത് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മളുണ്ടെന്ന് വയ്ക്കുക. ഒരു സ്റ്റേജിൽ ഒരാളുണ്ട്, വിചാരിച്ചോളൂ ഭഗവാനുണ്ടെന്ന് തന്നെ. ഭഗവാൻ അവിടെ നിൽക്കുന്നു, ഒരു സ്റ്റേജ് ഉണ്ട് നടുക്കിൽ, നമ്മൾ ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുവാണ്. എല്ലാവരും കൈ താഴ്ത്തിയിരിക്കുന്ന അവസ്ഥയാണെന്ന് വയ്ക്കുക. ഒന്നും അവരനങ്ങാതെ നിൽക്കുന്നു. ഒരാൾ മാത്രം ചാടി കൃഷ്ണ 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 എന്ന് വിളിക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ഭഗവാന്റെ ശ്രദ്ധ, ആ വ്യക്തിയുടെ ശ്രദ്ധ അവിടെ പോകുന്നു. അതേപോലെയാണ് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ, ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഭഗവാൻ ഇത്രയും ആളുകളുടെ ഇടയിൽ കാണുവാണ്. നോക്കുമ്പോൾ യെസ്, ഇവർ ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, അവരെന്നെ വിളിക്കുന്നു. നമ്മുടെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടും. അപ്പോൾ കൃപ, അഹൈതുകമായിട്ടുള്ള കൃപ അങ്ങനെ ഒഴുകി എല്ലാവർക്കും കൃപ കൊടുക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്കത് സ്വീകരിക്കാൻ ഉള്ള ഒരു ബുദ്ധിയും അവർക്കതിന് വേണ്ട ഒരു പാത്രവും ഭഗവാൻ കൊടുക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ കൃപ കൊടുക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ ഭഗവാന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുമ്പോൾ അത് ഏറ്റുവാങ്ങാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടാവുന്നു. ഇല്ലെങ്കിൽ അതും സാധിക്കില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ. നമ്മൾ മാത്രം ചാടിക്കഴിഞ്ഞാൽ ശ്രദ്ധയിൽ പെടാം, പെടാതിരിക്കാം. കാര്യം ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചാടുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലതല്ല, ശാസ്ത്രങ്ങൾ പറയുന്ന മാർഗം നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള, അതായത് പരിശുദ്ധ ഭക്തർ, ഗുരുജനങ്ങൾ, അങ്ങനെയുള്ള ഭക്തർ ചാടുന്നുണ്ടോ നോക്കുക. എവിടെയെങ്കിലും അങ്ങനെയുള്ളവർ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. അവരുടെ പുറകിൽ പോയി നിന്നാൽ മാത്രം മതി. അപ്പോൾ അവരുടെ മുകളിൽ ദൃഷ്ടി എന്തായാലും ഭഗവാന്റെ ദൃഷ്ടി പതിയും, പരിശുദ്ധ ഭക്തരുടെ. അപ്പോൾ പരിശുദ്ധ ഭക്തരുടെ പുറകിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവരെ നോക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ആ ഒരു ചെറിയൊരു ദൃഷ്ടി നമ്മളിലും പതിയും. അതിൻ്റെ അർത്ഥം എന്താണ്? ലിറ്ററലി പോയി പുറകിൽ നിൽക്കുക എന്നുള്ളതിൻ്റെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണോ പരിശുദ്ധ ഭക്തർ പറയുന്നത്, അവർ പറയുന്നതനുസരിച്ച് ഗുരുജനങ്ങൾ പറയുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിലേക്ക് ശ്രദ്ധ പതിയുന്നു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ജഗന്നാഥപുരിയിൽ അദ്ദേഹം ഉള്ള സമയത്ത് ജഗന്നാഥൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. അദ്ദേഹം അടുത്തോട്ട് പോവില്ല. ഗരുഡസ്തംഭത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഗരുഡസ്തംഭത്തിൻ്റെ പുറകിൽ അദ്ദേഹം നിൽക്കും. ഗരുഡസ്തംഭം ഇന്നിപ്പോൾ ജഗന്നാഥപുരിയിൽ പോയിട്ടുള്ള ഭക്തർക്കറിയാം, ഗരുഡസ്തംഭവും ഭഗവാൻ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്, അടുത്തല്ല. ഇവിടെ നിന്നിട്ടാണ് മഹാപ്രഭു ദർശനം എടുക്കുന്നത്, ഗരുഡസ്തംഭത്തിൻ്റെ പുറകിൽ. ആ ഗരുഡസ്തംഭം ഇന്നും ഉണ്ട്. 500 വർഷങ്ങൾ മുമ്പ് മഹാപ്രഭു പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഗരുഡസ്തംഭം ഇന്നും അവിടെ ജഗന്നാഥപുരിയിലുണ്ട്. അപ്പോൾ ഗരുഡസ്തംഭത്തിൻ്റെ പുറകിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഭഗവാനെ അവിടെ നിന്ന് അദ്ദേഹം ദർശനം എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അതായത് കണ്ണിൽ നിന്ന്, അതായത് ഈ അഷ്ടസ്വാത്വിക വികാരങ്ങൾ വന്ന് കണ്ണിൽ നിന്ന് അശ്രു വരുന്നത്, കണ്ണുനീര് വരുന്നത് സിറിഞ്ച് പോലെയാണെന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ഗരുഡസ്തംഭത്തിന് പുറകിൽ നിന്ന് സിറിഞ്ച് പോലെ അവിടുന്ന് അശ്രു ആ ഒരു കൃഷ്ണപ്രേമത്തിൻ്റെ അശ്രു പോയി ജഗന്നാഥനെ അഭിഷേകം ചെയ്യുന്നു പറയും. അത്രമാത്രം പവർഫുള്ളാണ്. അപ്പോൾ മഹാപ്രഭു പറയുന്നതാണ്, എനിക്ക് അങ്ങോട്ട് വരാനുള്ള യോഗ്യതയില്ല, ഇവിടെ ഒരു ശുദ്ധ ഭക്തനുണ്ട്, ഗരുഡൻ. അങ്ങ് എന്തായാലും ഗരുഡനെ കാണും, ഗരുഡനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഗരുഡൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങയുടെ പരിശുദ്ധ ഭക്തനും അങ്ങയുടെ എന്താ പറയുക, ഡ്രൈവറും കൂടിയാണ്, സാരഥിയാണ് ഗരുഡൻ. ഗരുഡനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങ്. എന്തായാലും കൂട്ടത്തിൽ ഞാൻ പുറകിൽ നിൽക്കുന്നു. അപ്പോൾ ഗരുഡനെ നോക്കുന്ന കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് നോക്കിയാൽ അത്രയുമായി. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് മഹാപ്രഭു പറയുന്നത്. മഹാപ്രഭു ആരാണ്? മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ രാധാഭാവത്തിൽ നിൽക്കുവാണ്. ഇപ്പോൾ രാധാറാണിയുടെ മനസ്സ്, അതായത് ഭഗവാൻ കൃഷ്ണൻ അവിടെ നിൽക്കുന്നു അകലെ. രാധാറാണി ഇവിടെ നിന്ന്, പരിശുദ്ധ രാധാറാണിയാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ത. രാധാറാണിയുടെ ഉള്ളിൽ തോന്നുന്നു എനിക്ക് യോഗ്യതയില്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് യോഗ്യതയില്ല ഭഗവാന്റെ മുമ്പിൽ പോകാൻ. ഗരുഡനെ, ശുദ്ധഭക്തരെ ആശ്രയിച്ചാൽ എന്തെങ്കിലും ഒരു കൃപ എന്നിലും പതിയും എന്നാണ് ഭാവം. എന്തിനാണ് മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നത്? മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ രാധാഭാവത്തിൽ വന്നിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭു.
അദ്ദേഹം ഇങ്ങനെയുള്ള ലീലകൾ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ശുദ്ധഭക്തൻ്റെ അനുഗ്രഹമില്ലാതെ അല്ലെങ്കിൽ അവരുടെ കൃപയില്ലാതെ ഭഗവാനെ ലഭിക്കില്ല എന്നുള്ളത് എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. വിനാ മഹത്പാദ രജോഭിഷേകം, ഒരു പരിശുദ്ധ ഭക്തൻ്റെ കൃപയില്ലാതെ നമുക്ക് ഒരു കാരണവശാലും ഭഗവാന്റെ കൃപ നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ആക്ച്വലി. അതായത് ഭാഗവതം ഉടനീളം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുന്ന പല സ്ഥലങ്ങളുമുണ്ട് ആക്ച്വലി. അതായത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ അനുഗ്രഹമില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ ആശ്രയിക്കുക. ജഡഭരതൻ്റെ സ്റ്റോറിയിലും നമ്മൾ കാണുന്നു, അവിടെ അദ്ദേഹം പറയുന്നുണ്ട് രഘുഗണ മഹാരാജനോട്, രഘുഗണൈത്തത് തപസാന യാതി നേ ജയാ നിർവപണാത് ഗൃഹാദ്വാ ന ഛന്ദസാ നൈവ ജലാഗ്നി സൂര്യോ വിനാ മഹത്പാദരജോഭിഷേകം. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. അദ്ദേഹം പറയുന്നു, ജഡഭരതൻ പറയുന്നതാണ്. അതായത് നിങ്ങൾ തപസ് ചെയ്തോളൂ, എത്ര വേണമെങ്കിലും തപസ് ചെയ്തോളൂ, ഒരു പ്രയോജനമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഇജ്യയ, തപസ്യയെക്കുറിച്ച് പറഞ്ഞു. ഇജ്യയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ആരാധിക്കുന്നു, അതായത് ശ്രീമൂർത്തി വിഗ്രഹ ആരാധന ചെയ്തോളൂ. പക്ഷേ റിസൾട്ട് കിട്ടുമോ? സംശയമാണ്. നിർവപണാത്, ഇനി ഭൗതിക ശരീരം, നിങ്ങൾ ഭൗതികമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കൂ. ഭഗവാനെ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? കിട്ടില്ല. ഇനി ഓക്കെ, സന്യാസമോ ഗൃഹാത്ത്, സന്യാസമാവട്ടെ ഗൃഹസ്ഥാശ്രമമാവട്ടെ, നിങ്ങൾ എല്ലാം ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഐഡിയലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാവിധ വേണ്ടതായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടതും ഡ്യൂട്ടീസ് എല്ലാം ചെയ്തോളൂ. അതുകൊണ്ട് ഭഗവാനെ കിട്ടുമോ? കിട്ടില്ല. ന ഛന്ദസ, അതായത് ലോകത്തുള്ള അല്ലെങ്കിൽ ഭഗവാൻ തന്നിട്ടുള്ള എല്ലാ വേദങ്ങളും നിങ്ങൾ പഠിക്കൂ, വലിയ സ്കോളറാവോ, അതുകൊണ്ട് ഭഗവാനെ കിട്ടുമെന്ന് പറയുന്നുണ്ടോ? ഇനി ജല, അഗ്നി, സൂര്യ, നിങ്ങൾ തപസ്യകൾ ചെയ്യൂ. അതായത് ഐസ് കോൾഡായിട്ടുള്ള ഹിമാലയത്തിലൊക്കെ പോയി ഐസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കഴുത്ത് വരെയായി നിങ്ങൾ തപസ്യ ചെയ്യൂ. ഭഗവാനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് രഘുഗണ മഹാരാജനോട് ചോദിക്കുന്നതാണ് ജഡഭരതൻ. ഇനി അതല്ല, നല്ല വേനൽക്കാലത്ത് ചുറ്റും മുഴുവനും തീ കത്തിച്ചിട്ട് നിങ്ങൾ നട്ടുച്ച സമയത്ത് അവിടെ ഇരുന്ന് തപസ് ചെയ്യൂ. ഭഗവാനെ കിട്ടുമോ? ഇല്ല. അദ്ദേഹം പറയുന്നു, ഇതൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. രഘുഗണൈത തപസാന യാതി നേ ജയാ നിർവപണാത് ഗൃഹാദ്വാ ന ഛന്ദസാ നൈവ ജലാഗ്നി സൂര്യേർ. അവസാനത്തെ വരി, വിനാ മഹത്പാദരജോഭിഷേകം. വിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലാതെ, ഏതില്ലാതെ? മഹത്പാദ രജോ അഭിഷേകം. മഹത്പാദ, അതായത് പരിശുദ്ധ ഭക്തരുടെ പാദങ്ങളിലെ ധൂലി, പാദധൂലി കൊണ്ട് അഭിഷേകം ചെയ്യാതെ നമുക്ക് ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. വിനാ മഹത്പാദരജോഭിഷേകം. അപ്പോൾ ഈ അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രജ അല്ലെങ്കിൽ പാദധൂലി എടുത്ത് ശരീരത്തിൽ തേക്കുമെന്ന് പറയുമ്പോൾ ലിറ്ററലി തേക്കുന്ന കാര്യം മാത്രമല്ല. ഓക്കെ, അതൊരു കാര്യമാണ്. എന്നാൽ അതേപോലെ തന്നെ പരിശുദ്ധ ഭക്തരുടെ ലിറ്ററലി പാദധൂലി എടുത്ത് ശരീരത്തിൽ തേച്ചുകൊണ്ട് ഭഗവാനെ കിട്ടണമെന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പാദധൂലി എടുത്ത് ശരീരത്തിൽ ലേപനം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണോ അവർ പറയുന്നത് അത് വാക്ക് തെറ്റിക്കാതെ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അത് നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക, അവരുടെ പാദങ്ങൾ പിന്തുടരുക. ഇതാണ് ഉദ്ദേശം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഭഗവത്
സേവനം, ഭഗവാന്റെ ദർശനം, ഭഗവത് പ്രാപ്തി എല്ലാം സാധിക്കും. നാരദമുനി നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നാരദമുനിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരാണ് ആ നാരദമുനി ഇന്ന് നാരദനാക്കിയത്. അതാണ് വീണ്ടും നമുക്ക് ഓർക്കാവുന്ന കാര്യമാണ്. ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. ശ്ലോകം 29. കൽപ്പാന്ത ഇദം ആദായ കൽപ്പാന്ത ഇദം ആദായ ശയനേ അംഭസി ഉദൻവത ശിശയിഷോർ അനുപ്രാണം വിവിശേ അന്തർ അഹം വിഭോ. ഓക്കെ, കലാദേവി മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. കൽപ്പാന്ത ഇതമാദായ ശയനേ ഭസ്യുധന്വതഃ ശിശയിഷോരനുപ്രാണം വിവിശേന്തരഹം വിഭോ. വർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. കൽപ്പാന്ത്യത്തിൽ പരമപുരുഷനായ ഭഗവാൻ നാരായണൻ പ്രളയജലത്തിൽ ശയിക്കുമ്പോൾ ബ്രഹ്മാവ് സർവസൃഷ്ടി ഘടകങ്ങളുമൊത്ത് ഭഗവാനിൽ പ്രവേശിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞാനും ഭഗവാന്റെ ശ്വാസത്തിലൂടെ പ്രവേശിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വ്യാസദേവൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു എനിക്ക് ആത്മീയ ശരീരം ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു ചോദ്യം വരും, പിന്നെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന്, ബ്രഹ്മാവിനിൽ നിന്ന് ജനിച്ചു നാരദൻ എന്നുള്ളത് നമുക്കറിയാം അടുത്ത ജന്മത്തിൽ, അല്ലേ? ആക്ച്വലി എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സംഭവിക്കുന്നത് കൽപ്പം കഴിയുമ്പോൾ, ഇതെല്ലാം ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ നാരദമുനിയുടെ ആ ഒരു ചരിത്രം പഠിക്കുന്നത് ബ്രഹ്മാവിൻ്റെ മുമ്പുള്ള കൽപ്പത്തിലാണ്. അത് കഴിഞ്ഞ് അവസാനം എന്ത് സംഭവിക്കുന്നു? ബ്രഹ്മാവിൻ്റെ ശരീരത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു. കാര്യം ബ്രഹ്മാവിൻ്റെ ആ കൽപ്പം കഴിയുമ്പോൾ അറിയാം, കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ആ ഒരു ദിവസം 12 മണിക്കൂർ കഴിയുമ്പോൾ 12 മണിക്കൂർ ഉറക്കമാണ്. ആ സമയത്ത് ഒരു ചെറിയൊരു പ്രളയമുണ്ട്, അല്ലേ? അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവിലാണ് അദ്ദേഹം ഉള്ളത്. പിന്നീട് അപ്പോൾ ആ സമയത്ത് ഓരോ കൽപ്പം കഴിയുമ്പോഴും കുറച്ചു നേരം ഗർഭോദകശായി വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ബ്രഹ്മാവ് പ്രവേശിക്കുന്നുണ്ട്. അതിനുശേഷം കാരണോദകശായി വിഷ്ണുവിൻ്റെ അവിടെ പോകുന്നില്ല. ഗർഭോദകശായി വിഷ്ണു ഈ ബ്രഹ്മാണ്ടത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞ് അടുത്ത 12 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരും അദ്ദേഹം. അടുത്ത ദിവസം തുടങ്ങും ബ്രഹ്മാവിൻ്റെ. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് പോയ കൂട്ടത്തിൽ അദ്ദേഹം പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്രഹ്മാവ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വീണ്ടും വരുന്നു. അങ്ങനെയാണ് പിന്നീട് ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, മനോഹരമായിട്ടുള്ളൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എങ്ങനെയാണോ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹം ഇവിടെ അവതരിക്കുന്നത്, അതേപോലെയാണ് ഈ ഭഗവാന്റെ ശുദ്ധ ഭക്തരും വരുന്നു. അവരുടെ അവതാരം അവരും വരുമ്പോൾ ഒരിക്കൽ ആത്മീയ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജനനം മരണം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ അവർ കടന്നു പോകില്ല. അവർ ആവിർഭവിക്കുന്നു, അവർ പോകുന്നു, വരുന്നു, പോകുന്നു. ഭഗവാന്റെ ആഗ്രഹപ്രകാരം ലീലകൾ ചെയ്യാൻ വേണ്ടിയും ഭഗവാന്റെ സഹായിക്കാൻ വേണ്ടിയും പല ദൗത്യങ്ങളുമായിട്ടാണ്, പല കാര്യങ്ങളുമാണ് അവർ ചെയ്യുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, അല്ലേ? നാരദമുനിക്ക് എന്താണ് ജോലി എന്ന് നമുക്കറിയാം. നാരദമുനിയെ പോലെയുള്ള ഒരു പ്രചരണം ചെയ്യുന്നൊരു വ്യക്തിയില്ല. അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രചരണം ചെയ്യുന്ന വ്യക്തി. ലോകമെമ്പാടും, അതും ഒരു ലോകത്തിലല്ല, ഏത് ബ്രഹ്മാണ്ടത്തിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് പോവാം. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ അദ്ദേഹത്തിന് പോവാം. മാത്രമല്ല വൈകുണ്ഠത്തിലും പോവാം, കൈലാസത്തിലും പോവാം, എല്ലായിടത്തും പോവാം. ഇവിടെ നരകത്തിലേക്ക് പോവാം. ഇടയ്ക്ക് അദ്ദേഹം അവിടെയും സന്ദർശിക്കും. അവിടെ പോയി യമരാജനെയൊക്കെ കണ്ടുവരും അദ്ദേഹം. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണും. അവിടെയുള്ളവർക്കും പറഞ്ഞു കൊടുക്കും ഭഗവാനെക്കുറിച്ച്. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. എല്ലാ ഈ വീണ കൊണ്ട് അദ്ദേഹം പോയി രാധാരമണൻ്റെ കീർത്തനം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം നടക്കുവാണ്. എന്നിട്ട് പറയും, ഹരേ കൃഷ്ണ ചൊല്ലു, ഹരേ കൃഷ്ണ ചൊല്ലു. എല്ലാവരെയും കൊണ്ട് കൃഷ്ണൻ്റെയും
കൃഷ്ണനാമം ചൊല്ലുവാൻ വേണ്ടി അദ്ദേഹം പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാരദമുനിക്ക് ഭഗവാൻ കൊടുത്തിട്ടുള്ള ആ ഒരു സർവീസ്. ആ സർവീസ് അതിമനോഹരമായിട്ട് നാരദമുനി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്ലോകം 30. സഹസ്രയുഗ പര്യന്തേ ഉത്തായേദം ശിശിക്ഷത മരീചി മിശ്ര ഋഷയഃ പ്രാണേഭ്യോഹം ച ജഗ്നിരേ. ശ്രീദേവി ഹരിവന്ദന മാതൃകയുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വായിച്ചിട്ട്. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കൂ. ശ്ലോകം 30. ഓ നമോ ഭഗവതേ വാസുദേവായ. സഹസ്രയുഗ പര്യന്തേ ഉദ്ധായേദം ശുശ്രൂഷത മരീചി മിശ്ര ഋഷയ പ്രാണേഭ്യോഹം ച ചജ്ജിരേ. വിവർത്തനം. $43,000 കോടി സംവത്സര വർഷങ്ങൾക്കു ശേഷം ഭഗവദേച്ഛയാൽ പുനഃസൃഷ്ടിക്കായി ബ്രഹ്മാവ് ഉണർന്നപ്പോൾ മരീചി, അംഗിരസ്, അത്രി തുടങ്ങിയവരെ പോലുള്ള എല്ലാ ഋഷിമാരും ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. അവരോടൊപ്പം ഞാനും ആവിർഭവിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് സംഭവിക്കുന്നത്. അദ്ദേഹം എങ്ങനെ വരുന്നു ബ്രഹ്മാവിൽ നിന്ന് എന്നുള്ളത് ഇവിടെ പറയുന്നു. അദ്ദേഹം ഓൾറെഡി ആത്മീയ ശരീരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ബ്രഹ്മാവിൻ്റെ അടുത്ത കൽപ്പത്തിൽ അദ്ദേഹം വീണ്ടും വരുന്നു. കാര്യം അദ്ദേഹത്തിന് സർവീസിന് വേണ്ടി വരുവാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു ആരെയാണ് മരീചി, അംഗീരമുനി, അത്രി ഋഷി, ഇവരെല്ലാവരും വന്നു. ഇവിടെ 430 കോടി വർഷങ്ങളാണ് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ 12 മണിക്കൂറിൻ്റെ കണക്കാണത്. 864 കോടി വർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, 24 മണിക്കൂർ. ഇവിടെ ബ്രഹ്മാവിൻ്റെ അടുത്ത കൽപ്പത്തിൽ അത്രി ഋഷി, അംഗിരമുനിയൊക്കെ വരുന്ന കൂട്ടത്തിൽ മരീചി, ആ കൂട്ടത്തിൽ നാരദമുനി വരുന്നു. പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാവിൻ്റെ യോഗനിദ്ര എന്ന് പറയുന്ന സമയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 12 മണിക്കൂർ അദ്ദേഹം ഉണർന്നിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിയെല്ലാം നടക്കുന്നു. 12 മണിക്കൂർ അദ്ദേഹം യോഗനിദ്രയിൽ പോകുന്നു. അപ്പോൾ ഗർഭോദകശായി വിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ബ്രഹ്മാവിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. അതിനുശേഷം പിന്നെ വീണ്ടും ആക്ച്വലി എല്ലാവരും പോകുന്നു. പിന്നെ വീണ്ടും സൃഷ്ടി നടക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ഓരോരുത്തരെ ബ്രഹ്മാവ് തിരിച്ചു കൊണ്ടുവരുന്നു. കർമ്മം അനുസരിച്ചിട്ട് ആളുകളെ പ്ലേസ് ചെയ്യുന്നു. പക്ഷേ ഇവരെല്ലാവരും, നാരദമുനിയും മരീചിയും, ഇവരൊക്കെ ബ്രഹ്മാവിൻ്റെ ഡയറക്റ്റ് പുത്രന്മാരാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സർവീസുണ്ട്. അവർ ഒരുപാട് സർവീസ് ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ സർവീസസ് ഉള്ളവരാണ്. ആ നിയോഗപ്രകാരം അവരെല്ലാവരും വരുന്നു. അപ്പോൾ അതാണ് നാരദമുനി. അങ്ങനെയാണ് നാരദമുനി ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഓൾറെഡി ആത്മീയ ശരീരമുള്ള വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം ഇവിടെ നമുക്കെല്ലാവർക്കും വേണ്ടി വീണ്ടും വരുന്നു. എന്തിനു വേണ്ടി? കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ വേണ്ടി. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനുള്ള സർവീസാണ് നാരദമുനിക്കുള്ളത്. ശ്ലോകം 31. അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പര്യേമി അസ്കന്തിതവ്രതഃ അനുഗ്രഹാൻ മഹാവിഷ്ണുർ അവിഘാതാഗതി ക്വചിത്. ഓക്കെ, സന്ധ്യ മോഹൻ മാതാജി ഉണ്ടോ? ഓക്കെ, രേണുക അനിൽകുമാർ. ശാന്തകുമാരി അമ്മ. ഓക്കെ, പ്രീത മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. അന്തർബഹിശ്ച ലോകാൻ സ്ത്രീൻ പര്യേമേ അനുഗ്രഹാൻ മഹാവിഷ്ണു അവിഘാതഗതി ക്വചിത്. അനുഗ്രഹാത് മഹാവിഷ്ണു
രവിഘാതഗതിക്വചിത് വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. സർവശക്തനായ വിഷ്ണുവിന്റെ കൃപയാൽ അതീന്ദ്രിയ ലോകത്തിലും ഭൗതിക ലോകത്തിലെ 3 വിഭാഗങ്ങളിലുമുള്ള എല്ലായിടത്തും ഞാൻ നിർവിഘ്നം സഞ്ചരിക്കുന്നു. ഇടമുറിയാത്ത ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഉറച്ചിരിക്കയാൽ ഇത് സാധ്യമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. 31 പറയുന്നു അദ്ദേഹം ഇന്നിപ്പോൾ നാരദമുനിയുടെ റോൾ എന്താണ്, അതാണ് പറയുന്നത്. ഞാൻ എങ്ങനെ അത് മുക്തനായിട്ടുള്ള ഒരു ആകാശത്തിലൂടെ അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ടം ക്രോസ് ചെയ്ത് ആ ബ്രഹ്മാണ്ടത്തിൽ എവിടെ വേണമെങ്കിലും പോവാം. സ്പേസ് മാനായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അവിഘാത ഗതിഹി, അതായത് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു തടസ്സവുമില്ല, ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എവിടെ വേണമെങ്കിൽ പോവാം. ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും പൂർണ്ണമായിട്ടും എല്ലായിടത്തും സഞ്ചരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നു? കാരണം അദ്ദേഹത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. അതായത് അഹൈതുകമായിട്ടുള്ള അപ്രതിഹതമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഭക്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ആ ഒരു ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനുള്ളത് കൊണ്ട്, അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് എവിടെയും പോകാൻ സാധിക്കുന്നത്. ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കൃപയാണ് അദ്ദേഹത്തിന് പരിശുദ്ധ ഭക്തർക്ക് കൊടുക്കുന്നതാണ്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ എന്താണ് ശ്രീല പ്രഭുപാദ് ചെയ്തത് ഒന്ന് ചിന്തിച്ച് നോക്കൂ. 70 വയസ്സുള്ള സമയത്ത് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു. ആരും അവിടെ അദ്ദേഹത്തിനെ അറിയുന്നവരില്ല. അവിടെ പോയി എന്ത് ചെയ്യണമെന്നറിയില്ല. 40 ഇന്ത്യൻ രൂപയുമായിട്ട് പോകുന്നു. കൂടെയുള്ളത് അദ്ദേഹം ഭാഗവതമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്കൊന്നും അറിയില്ല, 70 വയസ്സുള്ള ഞാൻ അവിടെ പോയി എന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല, പക്ഷെ ഭാഗവതം പോകുന്നുണ്ട് അമേരിക്കയിലേക്ക്, അപ്പോൾ ഞാൻ കൂടെ പോകുന്നു. അത്രയേ ഉള്ളൂ. ഭാഗവതം പോകുന്ന കൂട്ടത്തിൽ ഞാൻ കൂടെ പോകുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. അങ്ങനെ അദ്ദേഹം അവിടെ എത്തി. എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ റിസൾട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു? അഹൈതുകമായിട്ടുള്ള ഭഗവാന്റെ കൃപ മാത്രമല്ല, ശക്തി ഭഗവാൻ കൊടുക്കുവാണ്. നാരദമുനിക്ക് കൊടുക്കുന്ന പോലെ എവിടെ വേണമെങ്കിലും പോകാം അദ്ദേഹത്തിന്. ആരെ വേണമെങ്കിലും ഉദ്ധരിക്കാൻ സാധിക്കും. നാരദമുനി പ്രഹ്ലാദൻ്റെ അടുത്ത് പോകുന്നു, ധ്രുവൻ്റെ അടുത്ത് പോയി. അതേപോലെ ഒരുപാട് ആരാണ് നാരദമുനി ഉപദേശിക്കാത്തുള്ളത്? മണിഗ്രീവ, അതേപോലെ മൃഗാരി, വാൽമീകി, ഒരുപാട് ആളുകൾ, ഒരുപാട് പരിശുദ്ധ ഭക്തരെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തരാക്കുന്നത് നാരദമുനിയാണ്. അപ്പോൾ നാരദമുനിയുടെ പോലെ അല്ലെങ്കിൽ ആ ഒരു നാരദമുനിയുടെ പാത പിന്തുടർന്നു നമ്മുടെ ആചാര്യൻ പ്രഭുപാദ്. അതുകൊണ്ട് ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കൃപയും അദ്ദേഹത്തിന് കിട്ടുന്നു. കാര്യം നാരദമുനിക്ക് ഉണ്ടായിരുന്ന ക്വാളിറ്റീസ് നമ്മൾ അവിടെ നിന്ന് കണ്ടു. കഴിഞ്ഞ 26ാമത്തെ ശ്ലോകത്തിൽ നിരന്തരം നാമം ചൊല്ലുന്നു, ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നു, അസൂയയില്ല, അഹംഭാവമില്ല. അതായത് ആ ക്വാളിറ്റീസ് എല്ലാം, ഒരു ഭക്തന് വേണ്ട ക്വാളിറ്റീസ് എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ക്വാളിറ്റീസ് എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? കാര്യം അദ്ദേഹത്തിൻ്റെ ഗുരു പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഈ ഗുരു പരമ്പര പറയുന്ന പോലെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. പ്രാർത്ഥനയോടുകൂടി ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിച്ച് അദ്ദേഹം പോകുന്നു, യാത്ര തിരിക്കുന്നു. സക്സസ് ഉണ്ടായി അദ്ദേഹത്തിന്. കാരണം ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കൃപ പാത്രമായി അദ്ദേഹം. അപ്പോൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ ഭഗവാൻ അങ്ങനെയാണ് അനുഗ്രഹം വരുന്നത്. അതായത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഭഗവാന്റെ മഹാകൃപയും കാണാം. നാരദമുനിയെ എംപവർ ചെയ്ത പോലെ ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ പ്രഭുപാദനെ എംപവർ ചെയ്തു ഭഗവാൻ. അങ്ങനെ അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ച് ഭക്തരെ വന്നു. നമ്മളടക്കം ഭാഗവതം എല്ലായിടത്തും എത്തിച്ചു. ഹരേകൃഷ്ണ മഹാമന്ത്രം ലോകമെമ്പാടും എത്തിച്ചു. അദ്ദേഹം എല്ലാ കോണ്ടിനെൻസിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ 11 വർഷം സമയത്ത് അവിടെ എല്ലാം പതുക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ പോലും ഇന്നും ഭഗവാന്റെ നാമം ജപിക്കുന്നവർ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഉണ്ടാവും.
നാമം ജപിക്കുന്നവരും ഭാഗവതമൊക്കെ അല്ലെങ്കിൽ ഭക്തി സേവനങ്ങൾ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറിയൊരു സെൻറ്ററോ ചെറിയൊരു സത്സംഗമോ എന്തെങ്കിലും നമ്മൾ കാണാം. അത്രമാത്രം ഇത് ആളിപ്പടർന്നിട്ടുണ്ട്. കാരണം എന്താണ്? അതൊരു സാധാരണ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കൃപയും എല്ലാ ഗുരുപരമ്പരയുടെയും അനുഗ്രഹം കൂടിയാണ്, ഇൻക്ലൂഡിങ് നാരദമുനി. അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പരിശുദ്ധ ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി ഒന്നും അവനവന് വേണ്ടിയിട്ടോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പരിശുദ്ധ ഭക്തി അല്ലാതെ ഒരു വേറെ ഓപ്ഷനേ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥത്തിലോ പുസ്തകങ്ങളിലോ എവിടെയോ. എല്ലാവരെയും ആദ്യത്തെ ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകത്തിലെ ഭാവാർത്ഥം വായിച്ചാൽ തന്നെ നമുക്കറിയാം പ്രഭുപാദൻ്റെ ഒരേ ഒരു ആഗ്രഹം നമ്മളെല്ലാവരും പരിശുദ്ധ ഭക്തരായി കാണണം എന്നുള്ളതാണ്. അത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട് ഓരോ ഭാവാർത്ഥത്തിലും. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഭാവാർത്ഥങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ. ആദ്യത്തെ പ്രഥമ സ്കന്ധമാണ് നമ്മളിരിക്കുന്നത്. ഓരോ ഭാവാർത്ഥത്തിലും എഴുതിയിട്ടുണ്ടാവും പരിശുദ്ധ ഭക്തി എന്താണ്, ഭക്തിയുത സേവനങ്ങൾ എന്താണ്, നമ്മളെന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അദ്ദേഹം ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ശുദ്ധഭക്തരായി കാണാൻ. അദ്ദേഹം എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? കാര്യം ഈ ആഗ്രഹം ഭഗവാന്റെ ആഗ്രഹമാണ്. ഭഗവാന്റെ ആഗ്രഹം സാധിപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഭക്തരുടെ ആഗ്രഹം. ഭഗവാനെ സന്തോഷിപ്പിക്കുക, സംസിദ്ധിർ ഹരിതോഷണം, ഭഗവാന്റെ തിരുമുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരിക എന്നുള്ളതാണ് പരിശുദ്ധ ഭക്തരുടെ ഒരേ ഒരു ആഗ്രഹം. അല്ലാതെ അവരവരുടെ സുഖങ്ങളോ സൗകര്യങ്ങളോ ഒന്നും വിഷയമല്ല. അവിടെ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ നാരദമുനി നമ്മുടെ മുമ്പിലുണ്ട് ഉദാഹരണം. അതേപോലെ നമുക്ക് റിലേറ്റബിളായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ശ്രീല പ്രഭുപാദ് അതേപോലെ ഒരു ആചാര്യനാണ്, എംപവേർഡായിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഇന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ നാരദമുനി നമ്മൾ ഓർക്കുന്നു. നാരദമുനിയുടെ ആ ഒരു പ്രയാണം, അദ്ദേഹം എങ്ങനെ പരിശുദ്ധ ഭക്തനായി മാറി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം, പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള നാരദമുനിയുടെ കോൺട്രിബ്യൂഷനും നമുക്കറിയാം. ഇപ്പോഴും നാരദമുനി പ്രചരണം ചെയ്യുന്നതും നമുക്കറിയാം. അതേപോലെ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലും അതായത് നാരദമുനി പ്രചരണം ചെയ്യുന്ന പോലെ പ്രചരണം ചെയ്തിട്ടുള്ള ഒരു പരിശുദ്ധ ഭക്തൻ്റെ ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ശ്രീലപ്രഭുപാദൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നു. നമ്മുടെ എല്ലാ കൃതജ്ഞതയും നന്ദിയും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹാകൃപ, അഹൈതുകമായിട്ടുള്ള കൃപ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഭാഗവത പ്രവാഹം ഇവിടെ നടക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം അദ്ദേഹം മാത്രമാണ്. ശ്രീലപ്രഭുപാദന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ സത്സംഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് की जय, ग्रंथराज श्रीमद् भागवतम की जय, समवेद गौर भक्त वृंद की जय, गौड़ी गौर वृंद की जय, श्री सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधेश. थैंक यू. हरे कृष्ण. हरे कृष्णा. जय श्री अनंत पद्मनाभ स्वामी की जय, जगन्नाथ बलदेव सुभद्ര മഹാറാണി की जय. ഹരേ കൃഷ്ണ. എല്ലാവരും വളരെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു, ഭാഗവത്ഗീത അല്ലേ പ്രചരിപ്പിച്ചത്? അമേരിക്കയിൽ ഭാഗവതവും പ്രചരിപ്പിച്ചോണു പ്രഭു? പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധം കയ്യിലുണ്ടായിരുന്നു. ഒരു സ്കന്ധമാണോ പ്രഭു? ഒരു സ്കന്ധം പ്രഭുപാദ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാതാജി. അത് കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ഭാഗവതമാണ് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് അദ്ദേഹം പതുക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ദശമസ്കന്ധത്തിൻ്റെ 14ാമത്തെ അധ്യായം വരെ അദ്ദേഹം ചെയ്തു. അത്രയും വർഷങ്ങളുടെ രാത്രി ഉറങ്ങാതെ നമുക്ക് വേണ്ടി. അപ്പോൾ ഭഗവത്ഗീത ഭാഗവതം എന്നുള്ളൊരു വ്യത്യാസമല്ല. ഈ എല്ലാം ഹരിനാമത്തെ കൊണ്ടുപോകുന്നു, ഭാഗവതത്തെ കൊണ്ടുപോകുന്നു, ഭഗവത്ഗീത എല്ലാം പ്രഭുപാദ്
ആ ഒരു വർഷങ്ങൾ കൊണ്ട് ഭഗവത്ഗീത അതിനു മുമ്പ് അദ്ദേഹം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പിന്നീട് ഭാഗവതമാണ് ആ യാത്രയിലൊക്കെ അദ്ദേഹം കൊണ്ടുപോയതും. പിന്നെ അതേപോലെ അവിടെ പോയി ബാക്കിയെല്ലാം ചെയ്തു. അങ്ങനെ ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ചോദിച്ചാട്ടെ മതി. പ്രഭുജി തുടക്കത്തിൽ പറഞ്ഞില്ലേ വന്നിട്ട് ഇതേമാതിരി പിന്നെ നമ്മൾ ഈ നാമജപം ഒരു പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് നാമങ്ങൾ ജപിക്കുമായിരുന്നു പ്രഭുജി. പിന്നെ ഇന്നത്തെ ഈ റീൽസ് ഇതൊക്കെ കുട്ടികളൊക്കെ കാണുന്നു എന്ന് പറയുന്നതുണ്ടല്ലോ, ഇതെല്ലാം ശരിയാണ്. ഇന്ന് വന്നിട്ട് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അവർക്ക് അതിലോടൊക്കെ തന്നെയാണ് കൂടുതൽ താല്പര്യം. പക്ഷെ എന്നാലും ചില കുട്ടികളുടെ അടുക്കലേ നമ്മൾ ഇങ്ങനെ പറയും, അതായത് അത് റീൽസ് ഇത് എന്തെങ്കിലും കാണണം, പഠിച്ചൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം ഈ ഹരേ കൃഷ്ണ നാമം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പറയുന്നുണ്ട്, അത് അവർക്ക് ഓക്കെയാണ്. പക്ഷെ അതേ വന്നിട്ട് നമ്മൾ ഈ സഹസ്രനാമം എന്തെങ്കിലും ഒന്ന് പറയുന്നോ വേറെ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അവര് പറയും അതിനൊക്കെ ഒരുപാട് സമയമാവും, അത് പറ്റില്ല അവർക്ക് വന്നിട്ട്. ഇത് പക്ഷെ അവർക്ക് അത് താല്പര്യം. പക്ഷെ അതുകൊണ്ട് ഈ മഹാമന്ത്രത്തിന്റെ ആ ഒരു ഗുണം വളരെ വളരെയധികം നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് പ്രഭുജി. അത് പറഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. നാരദമുനിയുടെ മുജ്ജന്മത്തില് ദാസിപുത്രനായിരുന്നല്ലേ, ആ കുട്ടിയുടെ പേര് എവിടെയെങ്കിലും പറയുന്നുണ്ട് പ്രഭുജി? കുട്ടിയുടെ പേര് പറയുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല മാതാജി. അമ്മയുടെയും കുട്ടിയുടെ ഒന്നും പറയണില്ല, പേര് പറയണില്ല. പേരും ഗന്ധർവനായ ഉപബർഹണ എന്നുള്ള പേര് പറയുന്നുണ്ട്. എന്നാൽ ദാസിപുത്രനായിട്ടുള്ള അവർ രണ്ടുപേരുടെയും പേര് ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഉണ്ടാവും ഒരുപക്ഷെ, എനിക്കറിയാത്തതാണ്, എനിക്കറിയില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. പിന്നെ ഈ നാരദ മഹർഷി കുഞ്ഞായിട്ട് തന്നെ നമുക്ക് അല്ലല്ലോ, വലുതായിട്ട് തന്നെയാണോ കിട്ടിയത്? അതിനെക്കുറിച്ച് അതെ, അതാണ് നമ്മളിപ്പോൾ കണ്ടത് പ്രഭു. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൗതിക ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹം ആത്മീയ ശരീരത്തിലേക്ക് ആത്മീയ ശരീരം കിട്ടുന്നല്ലോ. ആത്മീയ ശരീരം കിട്ടുന്ന ആ ശരീരമാണ്, ആ ശരീരത്തോടു കൂടിയുള്ള നാരദമുനിയാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ അറിയുന്ന നാരദമുനി ആത്മീയ ശരീരമുള്ള എല്ലായിടത്തും സഞ്ചരിക്കുന്ന നാരദമുനി ആയത് എങ്ങനെയാണ് എന്നുള്ള ചരിത്രമാണ് ഈ ഒരു അധ്യായത്തിലൂടെ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനും പറയുന്നത്. ദാസിപുത്രനായിരുന്നു അവസാനത്തെ അദ്ദേഹത്തിൻ്റെ റോൾ. അതിനു മുമ്പ് അദ്ദേഹം ഗന്ധർവനായിരുന്നു. അത് 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഗന്ധർവനായിരുന്നതും ദാസിപുത്രനായിരുന്നു. ദാസിപുത്രൻ കഴിഞ്ഞ് ഡയറക്റ്റ്ലി പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള നമ്മുടെ നാരദമുനിയുടെ ശരീരം, ആത്മീയ ശരീരമാണ് കിട്ടുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. നാരദമുനിക്ക് അറിയായിരുന്നു അല്ലെ പൂർവജന്മൊക്കെ? തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, അവർക്കത് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ജഡഭരതൻ്റെ ഭരത മഹാരാജൻ്റെ ചരിത്രത്തിലും അവിടെ പറയുന്നു, ഈവൻ മാനായിട്ട് ഭരത മഹാരാജ് ജനിക്കുമ്പോഴും അദ്ദേഹത്തിന് എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിന് പിക്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് ആ മാൻ ചെയ്തത്? എവിടെയും പോവാതെ സാധുജനങ്ങളുടെ, കാട്ടിലുള്ള സാധുക്കളുടെ ആശ്രമത്തിൻ്റെ പുറത്തിങ്ങനെ നിൽക്കും, വേറെ ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കും, ഏതെങ്കിലും പ്രസാദം കൊടുത്താൽ അവർ കഴിക്കും. വേറെ ആരുമായിട്ടും, ഈവൻ വേറെ ഒരു, അതായത് ഒരു പെൺമാനുമായിട്ടുള്ളൊരു സമ്പർക്കം പോലും ഇല്ലാതെ ബ്രഹ്മചര്യം പോലും ഫോളോ ചെയ്തിരുന്നു അദ്ദേഹം. എല്ലാം കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു. അതേപോലെ ജഡഭരതനായിട്ട് വന്ന സമയത്തും അതുകൊണ്ടാണ് ജഡമായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നത്. എന്തൊക്കെ സംഭവിച്ചു, മാനായിട്ട് ഞാൻ ജനിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. സോ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, കാര്യം ആ ഒരു പൊസിഷനിൽ അവരൊക്കെ പരിശുദ്ധ ഭക്തരാണല്ലേ. ഇപ്പോൾ ഭാവഭക്തിയുടെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഭരത മഹാരാജ്. ഇവിടെ നാരദമുനി പ്രേമഭക്തിയിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ എല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കും, റിവീൽ ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. നാരദ മഹർഷി കലിയുഗത്തിലാണോ ഇവിടെ ഉണ്ടായിരുന്നത്? കലിയുഗം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, ബ്രഹ്മാവിൻ്റെ കൽപ്പത്തെക്കുറിച്ചല്ലേ. ഇപ്പോൾ സ്വയംഭൂവ മനുവിൻ്റെ കൽപ്പത്തിലാണ് രണ്ടാമത് നാരദമുനി. ഇപ്പോൾ നാരദമുനി ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് മരീചിയുടെ കൂടെയും അങ്കിരമുനിയുടെ കൂടെ വരുന്നു എന്ന് പറയുന്നത് സ്വയംഭൂവ മനുവിൻ്റെ ആ മന്വന്തരത്തിലെ സംഭവമാണ് പറയുന്നത്. ഓക്കെ, ഇത് ഏത് യുഗത്തിൽ നടന്നു, എപ്പോൾ, ഏത് കൽപ്പമാണ്, ബ്രഹ്മാവിൻ്റെ ഏത് കൽപ്പമാണ് എന്നുള്ളത് നമുക്കറിയില്ല. അതൊന്നും പറയുന്നില്ല ഭാഗവതത്തിൽ.
കലിയുഗം ഇപ്പോൾ തുടങ്ങിയിട്ട് 5000 വർഷമായിട്ടുള്ളൂ, നമ്മളിരിക്കുന്ന കലിയുഗം. എന്തായാലും ഇപ്പോഴത്തെ കഥയല്ല പറയുന്നത്. ബ്രഹ്മാവിൻ്റെ കൽപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ 432 കോടി തന്നെ ഒരു ദിവസമുണ്ട്. അതിൽ ഏത് ദിവസത്തിലാണ്? സ്വയംഭൂ മനുവിൻ്റെ സമയം. നമ്മളിരിക്കുന്നത് ഇപ്പോൾ വൈവസ്വത മനുവാണ്, 7ാമത്തെ മനുവിൻ്റെ സമയമാണ്. ഒരു മനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 ദിവ്യയുഗങ്ങളുണ്ട് ഒരു മന്വന്തരം. ഒരു ദിവ്യയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പ്രാവശ്യം 4 യുഗങ്ങൾ കറങ്ങുമ്പോഴാണ് ഒരു മന്വന്തരമാവുന്നത്, ഒരു ദിവ്യയുഗമാവുന്നത്. അങ്ങനെ 71 ദിവ്യയുഗങ്ങളാണ് ഒരു മനുവിൻ്റെ ആയസ്. അപ്പോൾ അത് ആദ്യത്തെ മനു കഴിഞ്ഞ് 14 മനുക്കളാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ. ബൈ ദ വേ, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ 14 മനുക്കളുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഹ്മാവിൻ്റെ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മളിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പമാണ്, ഒരു ദിവസമാണ്. ആ ദിവസം ഏകദേശം പകുതിയായിട്ടുണ്ട്. കാര്യം 7ാമത്തെ മനുവാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും 7 മനുക്കളും കൂടെ അദ്ദേഹത്തിൻ്റെ ദിവസത്തിലുണ്ട്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 12 മണിക്കൂർ അവസാനിക്കുന്നേ ഉള്ളൂ. സോ ഇവിടെ സ്വയംഭൂ മനുവിൻ്റെ സമയത്ത് 2ാമത് പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കൽപ്പത്തിലെ കാര്യമായിരിക്കും പറയുന്നത്. ആയിരിക്കാം, അത്രയും പറയുന്നു. ഇനി വേറെ കൽപ്പമാണോ എന്നുള്ളതും അങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്താണ്, എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല, റിട്ടയർഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഈ ഭക്തിയുദ്ധ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭുജി? അതായത് നമ്മൾ ചെയ്യുന്ന ഭഗവാന്റെ നാമം ചൊല്ലുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, ഭഗവാനെ ആരാധിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, കേൾക്കുന്നു. ഇതെല്ലാം ഡിവോഷൻ. നമ്മൾ പറയില്ലേ ഭക്തി എന്ന് പറയുമ്പോൾ, ഭക്തിയുദ്ധ സേവനം എന്ന് പറയുമ്പോൾ അവിടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം ഭഗവാന്റെ അടുത്ത് പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷേ ഇത് ആക്ച്വലി ഭഗവാനെ സേവിക്കലാണ്. സേവനം എന്ന് പറയുന്ന ഒരു സംഭവം കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഭക്തിയുദ്ധ സേവനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഡിവോഷൻ എന്ന് പറയുന്നില്ല. ഡിവോഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഡിവോഷണൽ സർവീസ് എന്നാണ് പറയുന്നത്. അതായത് ഭക്തിയുദ്ധ സേവനങ്ങൾ. കാര്യം ഇതെല്ലാം ഒരു സർവീസാണ്. ഭഗവാനെ ആരാധിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പൂജ ചെയ്യുന്നു, ഭഗവാന്റെ നാമം ചൊല്ലുന്നു, സ്നേഹത്തോടു കൂടി ചൊല്ലുകയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു. ശ്രവണം എന്ന് പറയുന്ന ഒരു സേവനമാണ്, കീർത്തനം എന്ന് പറയുന്ന ഒരു സേവനമാണ്. അതുകൊണ്ടാണ് സേവനം എന്നുള്ളത് കൂടെയുള്ളത്. പ്രഭു. ആക്ച്വലി പ്രഭു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തിയുദ്ധ ഭഗവത് സേവനമാണ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രഭു കേൾക്കുന്നതും നമ്മൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ സർവീസാണ് ചെയ്യുന്നത്. ഭഗവാനെ കീർത്തി, ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നു, നാമം ചൊല്ലുന്നു, ഭാഗവതം വായിക്കുന്നു, കേൾക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പറയൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 864 സൗരവർഷമാണോ? 864 സൗരവർഷം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാൽ 864 കോടി വർഷങ്ങൾ. ഞാൻ സൗരവർഷമല്ല, നോർമൽ നമ്മുടെ എർത്തിലി ഇയേഴ്സ് ആണ് പറയുന്നത്. അതായത് 4,32,000 ഒരു കലിയുഗത്തിൻ്റെ ഡ്യൂറേഷൻ. അത് 2ആയിട്ട് ഗുണിക്കുമ്പോൾ സത്യയുഗമായി, ദ്വാപരയായി. 3ആയിട്ട് ഗുണിക്കുമ്പോൾ ത്രേതായുഗമായി. 4ആയിട്ട് ഗുണിക്കുമ്പോൾ എന്തായി? സത്യയുഗമായി. അപ്പോൾ 4 യുഗങ്ങളായി അല്ലേ? ഈ 4 യുഗങ്ങൾ 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാവുന്നു. അങ്ങനെ അപ്പോൾ അവിടെ അതിൽ എത്ര നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 864 കോടി വർഷങ്ങളാണ് വരുന്നത്. ആ വർഷങ്ങൾ പറയുന്നത് എർത്തിലി നമ്മുടെ വർഷങ്ങൾ കണക്ക്, അതായത് ഇവിടെയുള്ള വർഷങ്ങളുടെ കണക്കിലാണ് 864 കോടി പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. നമ്മളിത് ഈ ബുക്കിനകത്ത് 432 കോടി സൗരവർഷം എന്ന് ഇട്ടിട്ടുണ്ടല്ലോ പ്രഭു. സൗരവർഷം എനിക്ക് ടെക്നിക്കലി അറിയില്ല, സോറി, എന്നോട് ക്ഷമിക്കണം. എന്താണ് സൗരവർഷം എന്ന് ഉദ്ദേശിക്കുന്നത്? എർത്തിലി ഇയേഴ്സ് എന്നാണ് ഞാൻ ഇംഗ്ലീഷ് ബുക്കിൽ വായിക്കുന്നത്. എർത്തിലി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള വർഷം കണക്ക് 864 കോടി വർഷങ്ങളാവുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമായി.
അത്രയും 400 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 12 മണിക്കൂർ അദ്ദേഹം ഉറങ്ങുന്നു, 12 മണിക്കൂർ യോഗനിദ്രയിലാണ്, 12 മണിക്കൂർ അദ്ദേഹം ആക്റ്റീവാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് ഒരു ദിവസം ആവുന്നത്. അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് 12 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അതിൻ്റെ പകുതി. അതാണ് ഈ പകുതി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, 432 പറയുന്നത്. 24 മണിക്കൂർ കണക്കാക്കുമ്പോൾ 864, അതാണ് കണക്ക്. ഹരേ കൃഷ്ണ. ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുന്നു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഗീതാബായി മാതാജി എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ. മാതാജിയുടെ അറിവ് അത് ഞാൻ പ്രഭുജിക്ക് അയച്ചു കൊടുക്കാം. എല്ലാവരും വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. എല്ലാവരും പ്രഭുജിക്ക് യാതൊരു മുടക്കവും കൂടാതെ കിട്ടുന്നതിലേക്ക് വേണ്ടി പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറയാം. ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ 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 ഹരേ नमो नमः। हरे कोटि वैष्णवृंद की, हरिनाम संकीर्तन यज्ञ की, हरे कृष्णा महामंत्र की, शिला प्रभुपाद की जय, श्री अनंत पद्मनाभ स्वामी की जय। हरे कृष्णा प्रभु जी, धन्यवाद प्रणाम। हरे कृष्णा, थैंक यू प्रभु जी।